പശ്ചിമേഷ്യയിൽ യുദ്ധം തുടരുന്ന സാഹചര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ സുരക്ഷാകാര്യ സമിതി യോഗം ചേർന്ന് സ്ഥിതിഗതികൾ വിലയിരുത്തി. ഇസ്രായേൽ പ്രധാനമന്ത്രിയുമായി നരേന്ദ്രമോദി ഫോണിൽ സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. ആക്രമണങ്ങളെ അപലപിച്ച മോദി UAEക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചു. ഒഴിപ്പിക്കൽ നടപടികൾക്ക് ഇന്ത്യൻ എയർഫോഴ്സ് സജ്ജമായിരിക്കുകയാണ്. ഇപ്പോൾ അയത്തുള്ള ഖമനയെ വധിച്ചതിൽ പ്രതിഷേധിച്ച് ഷിയ വിഭാഗക്കാർ നടത്തുന്ന പ്രക്ഷോഭങ്ങൾക്ക് പിന്നാലെ ശ്രീനഗറിലെ ലാൽ ചൌക്ക് അടച്ചു എന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ കൂടി വരികയാണ്. ഇറാന്റെ മിനാബ് സ്കൂളിലെ ആക്രമണത്തിലെ മരണസംഖ്യ 180 ഉയരുകയും ചെയ്തിട്ടുണ്ട്. നോബൽ മാരിക്കാരനും സൈകുമാറും ചേരുന്നു. സൈകുമാർ, മിനാബിലെ കുഞ്ഞുങ്ങൾ കൊല്ലപ്പെട്ടത് വലിയ വേദനയായി മാറുകയാണ്. യുദ്ധത്തിന്റെ ആദ്യ മണിക്കൂറിൽ തന്നെ മരണം, ഇത്രയധികം മരണം സ്ഥിരീകരിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇപ്പോഴിതാ 180 ആയിരിക്കുന്നു കൊല്ലപ്പെട്ടവരുടെ എണ്ണം എന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് വരുന്നത്. തീർച്ചയായും ഇനിതാ അങ്ങേയറ്റം സങ്കടകരമായ ഈ യുദ്ധത്തിന്റെ ബാക്കി പത്രമായി എന്തുണ്ട് എന്ന് ലോകത്തിന് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന തരത്തിൽ മിനാബിലെ സ്കൂളിലെ ദുരന്തം മാറിയിരിക്കുന്നു. ഇപ്പോൾ 180 മാറിയിരിക്കുന്നു അവിടുത്തെ മരണസംഖ്യ എന്ന് ഇറാൻ തന്നെ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുകയാണ്. പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന ഒരു സ്കൂളാണത്. അവിടെയാണ് ആ പിഞ്ചു കുഞ്ഞുങ്ങൾ ഈ ഒരു ക്രൂരതയ്ക്ക് ഇരയായിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ വളരെ കുറച്ച് കുട്ടികൾ മാത്രമേ മരിച്ചു എന്നുള്ള റിപ്പോർട്ടുകളാണ് വന്നെങ്കിൽ പിന്നീട് വളരെ പെട്ടെന്ന് ആ മരണസംഖ്യ ഉയരുകയായിരുന്നു. ഇപ്പോൾ 180 മരണസംഖ്യ എന്നുള്ളതാണ്. ആ സ്കൂൾ പൂർണ്ണമായും തകർന്ന ദൃശ്യങ്ങളടക്കം, അങ്ങേറ്റം ഹൃദയഭേദകമായിട്ടുള്ള ദൃശ്യങ്ങളടക്കം അന്ന് അവിടെ നിന്ന് പുറത്തു വന്നതുമാണ്. ഇതേ പ്രഹരശേഷിയുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ടെഹ്റാനിലെ ഗാന്ധി ആശുപത്രിക്ക് നേരെയും ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും ആക്രമണം ഉണ്ടായത് എന്നുകൂടി ഇപ്പോൾ ഇറാൻ അധികൃതർ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് വളരെ വേഗത്തിൽ അവിടെ നിന്ന് ഗാന്ധി ആശുപത്രിയിൽ നിന്ന് ബാക്കിയുള്ള രോഗികളെയും ജീവനക്കാരെയും ഒക്കെ പൂർണ്ണമായും ഇറാൻ ഒഴിപ്പിക്കുകയും ചെയ്തത്. ഇപ്പോഴും ആ രീതിയിലുള്ള ആക്രമണങ്ങൾ, അതായത് ഇറാന്റെ മത നേതാക്കളെയും ഭരണ നേതാക്കളെയും അവരുടെ കെട്ടിടങ്ങളെയും മാത്രമേ ലക്ഷ്യം വെക്കൂ എന്ന് പറയുന്ന അമേരിക്കയും ഇസ്രയേലും പക്ഷേ ആശുപത്രികളും സ്കൂൾ കെട്ടിടങ്ങളും ലക്ഷ്യം വെക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ അവിടെ നിന്ന് വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നാൽ 180 ആയിരിക്കുന്നു ആ മരണസംഖ്യ എന്നുള്ളതാണ് സങ്കടകരമായിട്ടുള്ള കാര്യം. അതാണ് ഏറ്റവും വേദനിപ്പിക്കുന്ന കാര്യവും ഇത് തന്നെയാണ്. കുഞ്ഞുങ്ങൾ, സ്ത്രീകൾ ഉൾപ്പെടെയാണ് കൊല്ലപ്പെടുന്നത്. മിനാബിലെ പെൺകുട്ടികളുടെ എലിമെന്ററി സ്കൂളിന് നേരെയുണ്ടായ ആക്രമണത്തിലാണ് ഇപ്പോൾ മരണം 180 ഉയർന്നിരിക്കുന്നു എന്ന ഞെട്ടിക്കുന്ന വിവരം പുറത്തു വരുന്നത്.